ഫയൽ അടച്ചോ? എന്തേ? നിങ്ങൾ വണ്ടിയിലോട്ട് കയറിയിരിക്കും, ഞാൻ ഉടനെ വരാം. വാ അച്ഛനോട്. പുറത്തിറങ്ങിയ ഉടനെ തന്നെ നീ നല്ല ഗിമ്മിക്സ് കാട്ടി തുടങ്ങിയല്ലേ? ആ കൊച്ചിനൊന്ന് പോയി കാണണം തോന്നി. കുറ്റബോധോ അതോ കൊല്ലാനും മാത്രം ജീവൻ ഇനിയും ബാക്കിയുണ്ടോന്നറിയാനോ? നിഷാന്തേ, നിന്നെപ്പോലുള്ള ഒരുപാട് പേരെ കൊല്ലാൻ തോന്നിയിട്ടും അത് ചെയ്യാത്ത ഒരാളാണ് ഞാൻ. കാക്കിയിട്ട് പോയതുകൊണ്ട് മാത്രം. പക്ഷെ നിന്റെ കാര്യത്തിൽ വേണ്ടി വന്നാൽ ഞാനത് ചെയ്യും. ആ മകളും അപ്പനും അതർഹിക്കുന്നുണ്ട്. അങ്ങനെയൊന്നുമില്ല സാർ. നല്ലൊരു പണി അതിൻ്റെ പുറയിലാണ്. സാറ് 2 ദിവസം കഴിഞ്ഞ് റിട്ടയർ ചെയ്യാണല്ലേ? ഞാൻ എൻ്റെ പ്രസംഗം ദീർഘിപ്പിക്കുന്നില്ല. ശ്രീ ഹരീഷ് മാധവന് ആയുസ്സും ആരോഗ്യവും സന്തോഷവും നേരുന്നു. ഒപ്പം ശ്രീ ഹരീഷിനെ മറുപടി പ്രസംഗത്തിനായി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഹരീഷ്, പ്ലീസ്. പ്രിയമുള്ള സഹപ്രവർത്തകരെ, വളരെ സന്തോഷത്തോടെയും അഭിമാനത്തോടെയുമാണ് ഞാൻ വിരമിക്കുന്നത്. നീതിക്ക് വേണ്ടി മാത്രമാണ് ഞാൻ എല്ലാ കാലവും നിലകൊണ്ടിട്ടുള്ളത്. ജനങ്ങളുടെ സ്നേഹത്തിലും വിശ്വാസത്തിലുമാണ് നമ്മുടെ ഫൗണ്ടേഷൻ നിലകൊള്ളേണ്ടത്, അവരുടെ ഭീതിയിലല്ല. കാരണം നമ്മുടെ അന്നം ജനങ്ങൾ തരുന്നതാണ്, ജനങ്ങൾ മാത്രം. ഞാൻ പഠിച്ചതും പഠിപ്പിച്ചതും അനുകരിക്കാൻ ഇവിടെ നിന്ന് ട്രെയിനിങ് കഴിഞ്ഞിറങ്ങുന്ന ഒരാൾക്കെങ്കിലും സാധിച്ചാൽ ഞാൻ അവശേഷിപ്പിക്കുന്ന ലെഗസി അതായിരിക്കും. ജോർജേ, സാറേ, തെരേസ കേസിലെ നിശാന്തില്ലേ, അയാള് ഹൈക്കോടതിയിലേക്ക് ഇപ്പൊ കയറി പോകുന്നതുണ്ട്. കണ്ടിട്ട് എന്തോ വശപശു തോന്നുന്നുണ്ട്. ശരി ജോർജേ. ഇപ്പേ താനിത് എവിടെയാടോ? ഞാനിവിടെ ഫംഗ്ഷനിൽ. എനിക്ക് വളരെ അത്യാവശ്യമായിട്ട് തന്നെ ഒന്ന് കാണണം. ആ നിഷാന്ത് കേസ് റീഓപ്പൺ ചെയ്യാൻ ഹൈക്കോടതിയിൽ ഒരു പെറ്റീഷൻ കൊടുത്തു. പണിഷ്മെന്റ് കഴിഞ്ഞിട്ടും ഇസ് ഇറ്റ് പോസിബിൾ? യെസ്, ഇറ്റ് ഈസ് പോസിബിൾ. ആസ് പെർ സെക്ഷൻ 386 ഓഫ് CRPC ആൻഡ് റീഡിംഗ് അലോങ് വിത്ത് സെക്ഷൻ 482 ഓഫ് ദ സെയിം, ഇറ്റ്സ് വെരി മച്ച് പോസിബിൾ. ബട്ട് വൈ? ഇറ്റ്സ് എൻ ഓപ്പൺ ആൻഡ് ഷട്ട് കേസ്. അയാൾ എന്തിനത് വീണ്ടും കുത്തിപ്പൊക്കണം ഇത്രയും കാലം കഴിഞ്ഞിട്ട്? കാരണങ്ങൾ പലതും ആവാം. എന്തൊക്കെയോ ആയിരുന്നിട്ട് കഴിഞ്ഞ 7 കൊല്ലം കൊണ്ട് ഒന്നും അല്ലാതായി പോയ ആളല്ലേ. പിന്നെ ചിലപ്പോൾ പബ്ലിസിറ്റി സ്റ്റണ്ടാവും, അതല്ലെങ്കിൽ അയാളുടെ PR ആൻഡ് പേഴ്സണൽ ഡാമേജ് കുറയ്ക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാവും. ഇനി എന്തൊക്കെ തന്നെ ആയാലും കോടതി ഈ കേസ് വീണ്ടും തുറന്നാൽ അവനെ കോടതിയിലിട്ട് പോയിരിക്കും ഞാൻ.